വണ്ടാനം മെഡിക്കൽ കോളേജിൽ നടത്തിയ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കുടുങ്ങിയ കത്രിക നീക്കം ചെയ്ത ശേഷം ആലപ്പുഴ സ്വദേശി ഉഷ ജോസഫ് അമൃത ആശുപത്രി വിട്ടിരിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടായില്ലെന്ന് മകൻ ആരോപിച്ചു. എറണാകുളം അമൃത ആശുപത്രിയിൽ നടത്തിയ ശസ്ത്രക്രിയയിലൂടെയാണ് ഉഷ ജോസഫിന്റെ വയറിൽ കുടുങ്ങിയ ശസ്ത്രക്രിയ ഉപകരണം പുറത്തെടുത്തത്. ഇപ്പോൾ ശസ്ത്രക്രിയ പൂർത്തിയാക്കി ഉഷ ജോസഫ് ആശുപത്രി വിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷമായി ശസ്ത്രക്രിയ ഉപകരണം വയറിൽ കുടുങ്ങിയത് മൂലം അവർ വലിയ യാതന അനുഭവിച്ചിരുന്നു. എല്ലാവരോടും നന്ദി പറഞ്ഞാണ് ഉഷ ജോസഫ് ആശുപത്രി വിട്ടത്. വയറിൽ നിന്ന് ശസ്ത്രക്രിയ ഉപകരണം പുറത്തെടുക്കുന്നതിനുള്ള എല്ലാ ചികിത്സാ ചെലവും വഹിക്കുമെന്ന് സംസ്ഥാന സർക്കാർ വാഗ്ദാനം നൽകിയിരുന്നു. എന്നാൽ മന്ത്രി വാഗ്ദാനം നൽകിയതിനപ്പുറത്തേക്ക് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നോ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നോ ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മകൻ ഷിബിൻ ജോസഫ് പറഞ്ഞത്. KC വേണുഗോപാലാണ് തങ്ങൾക്ക് എല്ലാ സഹായവും നൽകിയത്. അത് മാത്രമല്ല, ആശുപത്രിയിലെ ചികിത്സാ ചെലവ് അമൃതാനന്ദമയി മഠം വഹിക്കുകയും ചെയ്തു. കേസുമായിട്ട് മുന്നോട്ട് പോകും, അർഹമായ നഷ്ടപരിഹാരം വേണം എന്നൊരു ആവശ്യവും മകൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇല്ല, നമുക്കിവിടെ KC വേണുഗോപാൽ സാർ അവരാണ് വിളിച്ചോട് സംസാരിച്ച് ഇവിടെ കാണാൻ വന്നതും അവർ നോക്കിയതും ചികിത്സാ ചെലവെല്ലാം നോക്കിയതെല്ലാം അവരാണ്. സോ നമുക്ക് അവരോട് നല്ല നന്ദിയുണ്ട്. സർക്കാർ നമ്മളെ ഒരു വട്ടം വിളിച്ചു, പിന്നെ റെസ്പോൺസും കാര്യങ്ങളും ഫോളോ അപ്പ് ഒന്നും ഉണ്ടായിട്ടില്ല. 5 വർഷം മുമ്പ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ നടത്തിയ ശസ്ത്രക്രിയയായിരുന്നു ഉഷ ജോസഫിന്റെ വയറ്റിൽ ശസ്ത്രക്രിയ ഉപകരണം കുടുങ്ങിപ്പോയത്. അതിനുശേഷം ഈ ശസ്ത്രക്രിയ ഉപകരണം വയറിൽ കുടുങ്ങിയത് മൂലം അവർക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ പല ആശുപത്രികളിലും ഡോക്ടർമാരെയും കണ്ടിരുന്നെങ്കിലും ശസ്ത്രക്രിയ ഉപകരണം വയറിൽ കുടുങ്ങിയത് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളായിരുന്നു ഡോക്ടർമാർ ഈ വേദനയുടെ കാരണമായിട്ട് ചൂണ്ടിക്കാട്ടിയിരുന്നത്. അവസാനം കഴിഞ്ഞ മാസമാണ് ആലപ്പുഴയിൽ നടത്തിയ ഒരു സ്കാനിങ്ങിനിടെ ഈ ഉഷ ജോസഫിന്റെ വയറിൽ ശസ്ത്രക്രിയ ഉപകരണം കുടുങ്ങിപ്പോയി എന്നുള്ള കാര്യം കണ്ടെത്തുന്നത്. ഇതിനെ തുടർന്ന് അവർ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പോയിരുന്നു. വണ്ടാനം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ നടത്താനായിട്ട് ചെല്ലാനും അധികൃതർ പറഞ്ഞിരുന്നു. പക്ഷേ വീണ്ടും സമാനമായൊരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പിന്നെയും വലിയ വേദനകളിലേക്ക് തന്നെ തള്ളിവിടുമെന്നൊരു ഭയം ഉഷ ജോസഫിനുണ്ടായി. ഇതിനെ തുടർന്നാണ് ആലപ്പുഴ MP KC വേണുഗോപാലിന്റെ ഇടപെടലിനെ തുടർന്ന് ഉഷ ജോസഫിനെ അമൃത ആശുപത്രിയിൽ കൊണ്ടുവരികയും ഇവിടെ ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തത്. എന്തായാലും ഈ സംഭവത്തിൽ മെഡിക്കൽ ബോർഡ് ഉൾപ്പെടെ രൂപീകരിച്ച് മുന്നോട്ട് പോകാൻ സംസ്ഥാന ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. ഈ ശസ്ത്രക്രിയ നടത്തി ശസ്ത്രക്രിയ ഉപകരണം പുറത്തെടുക്കുന്ന ആ നടപടിക്ക് മെഡിക്കൽ കോളേജിലെ 2 ഡോക്ടർമാർ സാക്ഷ്യം വഹിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും അർഹമായ നഷ്ടപരിഹാരം ലഭിക്കുന്നതുവരെ കേസുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് കുടുംബം അറിയിച്ചിരിക്കുന്നത്. മനോജ് മാടശ്ശേരിക്കൊപ്പം S. അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.